കെ സുധാകരനെ അനുനയിപ്പിക്കാനുള്ള നീക്കം തുടങ്ങിയിട്ടുണ്ട് കോൺഗ്രസ്സുകാർ. അതായത് ഇവർക്കൊരു പേടി തട്ടിയിട്ടുണ്ട്. അതായത് സുധാകരൻ പോവും, പാർട്ടി വിടാൻ എല്ലാ സാധ്യതകളും തെളിഞ്ഞു കാണുന്നുണ്ട്. സുധാകരൻ അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ ചില ക്ലൂകൾ തരുന്നുമുണ്ട്. അപ്പൊ ഇത് കണ്ട് പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു ഇപ്പൊ കോൺഗ്രസ്സുകാരെല്ലാം കൂടെ സുധാകരനെ എങ്ങനെയെങ്കിലും അനുനയിപ്പിച്ച് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ്. ഇപ്പൊ രാഹുൽ ഗാന്ധി ഇടപെട്ടു. രാഹുൽ ഗാന്ധിയും വിളിപ്പിച്ചേക്കാണ്. അതായത് തിങ്കളാഴ്ച ഒരു എന്തായാലും നമുക്ക് ഊഹിക്കാമല്ലോ, അനുനയ ചർച്ച തന്നെ ആയിരിക്കും, എന്തായാലും ഇറങ്ങിപ്പോന്ന് പറയത്തില്ലല്ലോ. അപ്പം ഈ രീതിയിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നു. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ പിന്നിലുള്ള ഒരു ഉദ്ദേശം എന്തായിരിക്കും? അതായത് സുധാകരനെ എന്നേക്കുമായി ഒതുക്കി കളയാനുള്ള ഒരു ലക്ഷ്യം ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് സംശയിക്കാമല്ലോ. മിക്കവാറും തിങ്കളാഴ്ച വൈകുന്നേരം അല്ലെങ്കിൽ ചൊവ്വാഴ്ച രാവിലെ ഒരു വലിയ തീരുമാനം ഇവിടെ കേരളത്തിനെ ഞെട്ടിക്കുന്ന ഒരു വലിയ പ്രഖ്യാപനം ഉണ്ടാകാൻ പോവാണ്. കേരളത്തിലെ കോൺഗ്രസ്സുകാരെല്ലാം നെഞ്ചത്ത് കൈവച്ചുകൊണ്ടിരിക്കാൻ പോകുന്ന ഒരു വലിയ പ്രഖ്യാപനം ഇവിടെ ഉണ്ടാകും. ആ പ്രഖ്യാപനം ഒട്ടും നല്ലതല്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വിസ്മയം തീർക്കുമെന്ന് പറയുന്ന നടക്കുന്ന VD സതീശനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല പ്രഖ്യാപനമായിരിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. മിക്കവാറും എന്നാണ് ഞാൻ പറയുന്നത്, ഉറപ്പില്ല. അതായത് ഡൽഹിയിൽ നടക്കുന്ന ചർച്ചകളെ അനുബന്ധിച്ചുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ അതിനോട് ചേർത്ത് നിർത്തിക്കൊണ്ടായിരിക്കും മിക്കപ്പോഴും ഒരു പ്രഖ്യാപനം ഉണ്ടാകുക. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ എങ്ങനെയാണ് സണ്ണി ജോസഫ് KPC അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്. ഈ നമ്മുടെ കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് MP ആയി മത്സരിക്കാൻ വേണ്ടി ഇവിടുന്ന് നമ്മുടെ ഇദ്ദേഹം, അതായത് കെ സുധാകരൻ പോയി കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ KPC അധ്യക്ഷ സ്ഥാനം താൽക്കാലികമായി കൈമാറ്റം ചെയ്തത് ഇമാം ഹസനായിരുന്നു. അത് കഴിഞ്ഞതെല്ലാം കഴിഞ്ഞ് പിന്നെ സുധാകരൻ തിരിച്ചെത്തിയപ്പോൾ ഇവിടെ KPC അധ്യക്ഷ സ്ഥാനമില്ല, ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ വന്ന് KC എടുക്കെ ചെന്നിട്ട് സുധാകരൻ ചെന്ന് ഒരുപാട് പരാതിയൊക്കെ പറഞ്ഞു. അങ്ങനെ KC ഇടപെട്ടുകൊണ്ട് ഒരു അനുനയത്തിലൂടെയാണ് കെ സുധാകരനെ വീണ്ടും KPC അധ്യക്ഷനായിട്ട് ഇരുത്തിയത്. എന്നാൽ നിരന്തരം VD സതീശനുമായിട്ടുള്ള തർക്കങ്ങൾ, വാവിട്ട വാക്കുകൾ, ചീത്തവിളികൾ, ഇതൊക്കെ കാരണം ഇദ്ദേഹത്തിന് എന്തോ മാനസികമായ പ്രശ്നമുണ്ട് എന്ന് മുദ്ര കുത്തിയത് ഇതേ കോൺഗ്രസ്സുകാർ തന്നെയാണ്. അങ്ങനെ ദീപാദാസ് മുൻഷി അടക്കമുള്ളവർ ചേർന്ന് പരിശ്രമിച്ചതിൻ്റെ ഫലമായി ഒരു സുപ്രഭാതത്തിൽ കെ സുധാകരൻ്റെ അധ്യക്ഷ പദവി തെറിച്ചുപോയി. പകരം സണ്ണിയെ പോലെ ഒരാളെ അവിടെ കൊണ്ടുവന്ന് അവരോധിക്കുകയും ചെയ്തു. അതോടുകൂടി കേരളത്തിലെ കോൺഗ്രസിനെ മുഴുവൻ അടക്കി ഭരിക്കാം എന്നുണ്ടായിരുന്ന കെ സുധാകരന്റെ മോഹത്തിനേറ്റ കനത്ത തിരിച്ചടിയായിരുന്നു. പിന്നീട് ഒടുവിൽ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരം അദ്ദേഹം കണ്ടിട്ട് പോലും ഇല്ലെന്നാണ് തോന്നുന്നത്. മിക്കപ്പോഴും അദ്ദേഹം കണ്ണൂരേക്ക് തന്നെ മടങ്ങിപ്പോകുന്നൊരു സ്ഥിതി വന്നു. അത് ഇന്ദിരാഭവനിൽ വന്നിരിക്കേണ്ട ആവശ്യമില്ല. കാര്യം അദ്ദേഹം KPC അധ്യക്ഷ പദവിയിൽ ഉള്ള ഒരാളൊന്നുമല്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നതോടുകൂടി കെ സുധാകരൻ കേരള രാഷ്ട്രീയത്തിൽ അപ്രസക്തനാകുന്ന ഒരു കാലത്തിലേക്കാണ് പോയത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടായി. കെ സുധാകരൻ പാർട്ടി വിടാനുള്ള ഒരു നീക്കമൊക്കെ ഇതിൻ്റെ ഇടയ്ക്കുണ്ടായി. അപ്പോൾ അന്ന് കെ സുധാകരനെ KC വേണുഗോപാൽ അനുനയിപ്പിച്ച് നിർത്തി. അന്ന് AICC ജനറൽ സെക്രട്ടറി ആണല്ലോ നമ്മുടെ KC വേണുഗോപാൽ. അപ്പോൾ KC പറഞ്ഞത്, നിങ്ങൾക്ക് ഇവിടെ നിയമസഭയിൽ ഒരു മന്ത്രി അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ അടുത്ത തവണ UDF അധികാരത്തിൽ വരുമ്പോൾ നിങ്ങളൊരു മന്ത്രി ആയിരിക്കും എന്ന് പറയുന്ന ഒരു ഉറപ്പ് അന്ന് KC വേണുഗോപാൽ കൊടുത്തിരുന്നു. എന്നാൽ കാര്യങ്ങൾ അങ്ങോട്ട് മലക്കം മറിഞ്ഞു. ഒരു ആൻറ്റി കമ്പൻസി എന്ന് പറയുന്ന ഒന്നുണ്ടാക്കിയെടുക്കാൻ ഇവിടെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇവിടെ ഒരു കേരളത്തിലൊരു ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് 100% ഉറപ്പിച്ചു പറയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് കനകോലു അടക്കമുള്ള ഇവരുടെ വിചക്ഷണന്മാരെല്ലാം നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം കൂടി വന്നപ്പോൾ ഇവിടെ കേരളത്തിൽ ഇനിയിപ്പോൾ MP-മാരും മത്സരിക്കേണ്ട എന്നുള്ളതാണ് നീക്കം വന്നത്. അത് പ്രധാനമായി 1-2 പേരെ ലക്ഷ്യം വെച്ച് ഹൈബീഡൻ അടക്കമുള്ള നേതാക്കന്മാരെയും അതോടൊപ്പം തന്നെ നമ്മുടെ ഉണ്ടല്ലോ കൊടിക്കുന്നിൽ സുരേഷ്, അങ്ങനെയൊക്കെ ഉള്ളവരെ ഒന്ന് ഒതുക്കി നിർത്താൻ വേണ്ടിയിട്ട് എടുത്ത ഒരു തീരുമാനമായിട്ടാണ് പലപ്പോഴും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കെ സുധാകരൻ അപ്പോൾ ഇങ്ങനെ വരുന്ന കുറച്ച് മുൻനിര നേതാക്കന്മാരെ ഒതുക്കി നിർത്തുക. ഇവരൊക്കെ അടൂർ പ്രകാശ്, ഇവർക്കൊക്കെ നിയമസഭയിലേക്ക് മത്സരിക്കാൻ അതിയായ ആഗ്രഹമുണ്ട്. അതോടൊപ്പം തന്നെ ഇവരെ ഒതുക്കി നിർത്താൻ വേണ്ടി നടത്തിയൊരു തീരുമാനം. എന്നാൽ ചിലർക്ക് മത്സരിക്കാം. ആ ചിലരെന്ന് പറയുന്ന ഒന്ന് ഷാഫി പറമ്പിലും ഒന്ന് KC വേണുഗോപാലുമാണ്. ഇവരെ രണ്ടുപേരെയും മത്സരിപ്പിക്കാം എന്ന് പറയുന്ന ഒരു ഇളവ് എന്ന് പറയുന്ന ഒരു സംവിധാനം അതിനുവേണ്ടി ഉണ്ടാക്കിയതാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എന്നാൽ കെ സുധാകരന് അവിടെ കണ്ണൂരിൽ നിന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊന്നും ഇതുവരെ കോൺഗ്രസിന്റെ നടന്നിട്ടില്ല. അപ്പം അങ്ങനെ ഒരു വലിയ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊന്നും നടക്കാത്ത സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ ഒരു ദിവസം സുധാകരൻ സ്വയം കണ്ണൂരിൽ നിന്ന് താൻ മത്സരിക്കാൻ പോകുന്നു എന്ന് പറയുന്ന പെട്ടെന്ന് തന്നെ ഒരു സംഭവം സുധാകരൻ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു അവതരിപ്പിക്കൽ ഉണ്ടായപ്പോൾ സണ്ണി ജോസഫ് അടക്കമുള്ള നേതാക്കൾ പറഞ്ഞു, ഇതൊരിക്കലും ശരിയായ നടപടിയല്ല. കാര്യം ആർക്കും സ്വയമേവ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാൻ പറ്റിയ സാഹചര്യമല്ല എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് പിന്നെ പാർട്ടിയുടെ കീഴ്വഴക്കങ്ങളില്ല, ഞങ്ങൾക്കാർക്കും അല്ലെ പിന്നെ ഇവർക്കാർക്കും മത്സരിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്ന കൃത്യമായ ഒരു ഇതുകൊണ്ട് കൊടുത്തു. സതീശൻ തന്നെ പറഞ്ഞു, തന്നെ പോലും ഇതൊരു സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് സതീശനും പറഞ്ഞു. അപ്പൊ എന്ന് വെച്ചാൽ
കെ സുധാകരന്റെ ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് കേരളത്തിലെ എല്ലാ കോൺഗ്രസ്സുകാരും എതിരാണ്. എല്ലാവരും എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് നേതാക്കന്മാരെല്ലാം എതിരാണ്. അതേസമയം കുറെ അണികൾ, സുധാകരനെ പൂജിച്ചുകൊണ്ട് നടക്കുന്ന കുറെ അണികളുണ്ട്. അവർക്ക് സുധാകരൻ സ്ഥാനാർത്ഥിയായേ പറ്റൂ എന്ന് പറയുന്ന ഒരു തീരുമാനത്തിലാണ്. അപ്പോൾ അവര് അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. സുധാകരന്റെ പോസ്റ്റർ ഒട്ടിക്കുക, ഈ പറയുന്ന സണ്ണി ജോസഫിന്റെ പിന്നെ കോലം കത്തിക്കുക തുടങ്ങിയ കലാപരിപാടികളുമായിട്ട് അവർ പോവാണ്. കണ്ണേ കരളെ KSA എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടുമൊക്കെ പാടിക്കൊണ്ട് അവരിങ്ങനെ കാര്യക്ഷമമായി വേണ്ട പ്രചരണമൊക്കെ. ഇപ്പൊ വേണ്ട കുറച്ചധികം ആൾക്കാർ KSന്റെ വീട്ടിലേക്ക് പോവാണ്, കെ സുധാകരന്റെ. പണ്ട് നമുക്കറിയാവുന്ന പോലെ കേരളത്തിൽ ഇതുപോലെ പുരപ്പുറത്ത് കയറി സമരം നടത്തിയ ഒരാളാണ് പുതുപ്പള്ളിയിലെ തമ്പുരാൻ, അതായത് ഉമ്മൻചാണ്ടി. ഇപ്പം വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചെങ്കിലും പുള്ളിക്കും ആ ഗതികേട് ഉണ്ടായി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പം ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ പോലും അദ്ദേഹത്തിന് സമരം ചെയ്യേണ്ടി വന്നു തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി, പുതുപ്പള്ളിയിലെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി എന്ന് പറയുന്ന പോലെ പുതിയ തരത്തിലേക്കുള്ള ട്രാക്കിലേക്ക് പോവാണ്. ഇപ്പോൾ പുള്ളി ഉടനെ ഇനിയിപ്പോൾ ഒരു സമരമൊക്കെ ഉണ്ടാവും, അവിടെ എന്തൊരു സമരം ചെയ്യലുണ്ടാവും, ഇവിടുത്തെ നേതൃത്വത്തിനെതിരെ സമരം ചെയ്യലുണ്ട്. ഏറ്റവും ഒടുവിൽ സ്ഥാനാർത്ഥിത്വം നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് വഴങ്ങാൻ ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം, കോൺഗ്രസിലെ തലതൊട്ടപ്പന്മാർ തയ്യാറാവും. രമേശ് ചെന്നിത്തല അടക്കമുള്ള പിന്നെ VD സതീശൻ അടക്കമുള്ള ഈ സണ്ണി വക്കീൽ അടക്കമുള്ളവരൊക്കെ തയ്യാറായേ പറ്റൂ. എന്നാൽ അങ്ങനെ ഒരു ഇപ്പം ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് KSനെ വിളിപ്പിച്ചിരിക്കുന്നത്? ഒരു അനുനയ ചർച്ച എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾക്ക് സ്ഥാനാർത്ഥിത്വം തരുന്നില്ല, ഇത് പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് സ്ഥാനാർത്ഥിത്വം തരുന്നില്ല, അതിന് പകരമായി നിങ്ങൾക്ക് എന്ത് കിട്ടിയാൽ നിങ്ങൾക്ക് സമാധാനപ്പെടും എന്നുള്ളതായിരിക്കും അവിടെ നടക്കാൻ പോകുന്ന ചർച്ച. അല്ലാതെ ഈ അനുനയ ചർച്ചയിൽ സുധാകരനെ ശരി വരൂ, കുറെ നേരം ചർച്ച ചെയ്തിട്ട് ശരി നിങ്ങൾ സ്ഥാനാർത്ഥി ആയിക്കോളൂ, അല്ല നിങ്ങൾക്ക് വേറൊരു മണ്ഡലം തരാം, ഇതൊന്നും ആയിരിക്കില്ല അവിടെ നടക്കാൻ പോകുന്ന ചർച്ച. സുധാകരൻ എന്തുകൊണ്ട് സ്ഥാനാർത്ഥി ആക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ്. അതിന് മതിയായ തെളിവുകൾ നിരത്തി സുധാകരനെ പറഞ്ഞു പറ്റിച്ചു വിടാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ പിന്നെ രാഹുൽ ഗാന്ധി വിളിപ്പിച്ചിരുന്നത്. രാഹുൽ ഗാന്ധിക്ക് പിന്നെ ഈ നാട്ടുകാരെ പറഞ്ഞു പറ്റിച്ചുള്ള ശീലം ഒരുപാടുള്ളതുകൊണ്ട് അപ്പൊ അത് കുഴപ്പമില്ല, സ്വന്തം പാർട്ടി വിശ്വസിക്കും. പിന്നെ വേറൊരു കാര്യമുണ്ട്, സുധാകരൻ അത് വിശ്വസിക്കാൻ സാധ്യതയില്ല. കാര്യം ന്യായ പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ടൊരു പദ്ധതി നമ്മുടെ പിന്നെ ആവിഷ്കരിച്ചതാണ്. അപ്പോൾ ആ ഒരു പദ്ധതി ഇതുവരെ നടപ്പിലാക്കാത്ത ഒരു കാര്യമാണ്. കാര്യം 6000 രൂപ വെച്ച് കുടുംബത്തിന് കൊടുക്കുന്ന 72,000 രൂപ പ്രതി വർഷം എന്ന പറയുന്ന പദ്ധതിയുണ്ട്, അതുവരെ നടപ്പിലാക്കിയിട്ടില്ല. അങ്ങനെ ഒട്ടേറെ പദ്ധതികൾ ഈ രാഹുൽ ഗാന്ധി അനൗൺസ് ചെയ്ത് ഇപ്പോഴും നടപ്പിലാക്കിയിട്ടില്ല. എങ്ങും 2021 മറ്റോ അനൗൺസ് ചെയ്തതാണ്, 5 വർഷം ആവുന്നു, അത് ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഈ രാഹുൽ ഗാന്ധി കൊടുക്കുന്ന ഒരു ഉറപ്പിലും കെ സുധാകരൻ വിശ്വസിക്കില്ല എന്നുള്ള വസ്തുതയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ള ഒന്നും ഇവിടെ അങ്ങ് നടപ്പിലായിട്ടില്ല. നമ്മൾ വയനാടിന്റെ കാര്യം എടുത്ത് പരിശോധിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ എന്തുറപ്പാണ് അവിടെ നടപ്പിലായിട്ടുള്ളത്? ഇല്ല. നമ്മൾ വയനാടിനെ ചുറ്റിപ്പറ്റി നമ്മുടെ രാജ്യം ഭരിക്കും എന്ന് പറയുന്ന എന്തുറപ്പ് ഇവിടെ അവർക്ക് സാധിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? കോൺഗ്രസ് ഭരിക്കുന്ന ഒരു പകൽ സ്വപ്നം പോലെ ഇങ്ങനെ കിടക്കുകയാണ്. അത് എന്ന് നടപ്പിലാവും എന്നുള്ള കാര്യം രാഹുൽ ഗാന്ധിക്കും അറിയത്തില്ല, ഇത് കെ സുധാകരനും അറിയാം. അപ്പൊ അതുകൊണ്ട് രാഹുൽ ഗാന്ധി എന്തുറപ്പ് കൊടുത്താലും രേഖാമൂലം പോലും മേടിച്ച് വെച്ചിട്ട് മാത്രമേ കെ സുധാകരൻ അവിടുന്ന് പിന്നെ കണ്ണൂരുകൾ ഫ്ലൈറ്റ് കയറും. ഈ പറയുന്ന സുധാകരന് മേലൊരു ഭീഷണി കൊടുത്താലോ? എന്ത് ഭീഷണി കൊടുക്കാൻ? എന്തെങ്കിലും ഒരു ഭീഷണി ചെലുത്തിക്കൊണ്ട് ഇല്ല ഇനി മാറി നിന്നേ പറ്റൂ എന്ന് സുധാകരനെ അങ്ങനെ നിർബന്ധം പിടിക്കുന്ന സമയത്ത് എന്തായാലും സ്വാഭാവികമായിട്ടും പുള്ളി ഇറങ്ങി പോകാനല്ലേ നോക്കത്തുള്ളൂ. സുധാകരനെ ഭീഷണി കൊണ്ട് തിളയ്ക്കാനൊന്നും പറ്റത്തില്ല, അതൊരു കാര്യം. സുധാകരൻ എന്ന് പറഞ്ഞാൽ നമ്മളാരും കാണുന്ന പോലെ ഒരു നേതാവൊന്നും അല്ല. വെട്ടൊന്ന് മുറി രണ്ട് എന്ന് പറയുന്ന ഒരു നേതാവ് തന്നെയാണ്. കണ്ണൂരുകാർക്ക് അറിയാം. പഴയ സുധാകരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്തുകൊണ്ടാണ് സിംഹം എന്ന് കളിയാക്കി അദ്ദേഹത്തെ വിളിക്കുന്നത്? ഇപ്പോഴും പല്ലുകൊഴിഞ്ഞ സിംഹം എന്നാണ് വിളിക്കുന്നത്. കാരണം എന്താ? സുധാകരൻ അങ്ങനാ. സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവിന് ഒരു ആജ്ഞാശക്തി ഉണ്ട്. VD സതീശനൊന്നും അത്ര ഇല്ല. സുധാകരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് എന്ന് വെച്ചാൽ കണ്ണൂർ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടയായ ഒരു സ്ഥലത്ത് ഇത്രയും കാലം പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ അസാമാന്യ ചങ്കൂറ്റം പോരാ. സുധാകരൻ എന്ന് പറയുന്ന നല്ല തൻ്റെ ഇടമുള്ള നേതാവ്. രാഹുൽ ഗാന്ധി എല്ലാം പറഞ്ഞ് നീ ഓടാവൂ എന്ന് പറയും. നിന്റെ അപ്പനെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയാനും മാത്രമുള്ള തൻ്റെ ഇടമുള്ള ഒരു നേതാവ് തന്നെയാണ് ഈ പറയുന്ന കെ സുധാകരൻ. പക്ഷേ കെ സുധാകരൻ ഇവരെല്ലാം കൂടെ രാഷ്ട്രീയമായി ഒതുക്കി എന്നുള്ളതാണ്. അല്ലാതെ നേർക്ക് നേരെ ഇന്ന് സുധാകരനെ വെട്ടാൻ പറ്റത്തില്ല, അത് വേറൊരു കാര്യം. സുധാകരനെ രാഷ്ട്രീയമായി പല പ്രലോഭനങ്ങളിലൂടെ ഒതുക്കി. ഇനി അത്തരം പ്രലോഭനങ്ങൾ വീഴത്തില്ല സുധാകരൻ. അപ്പൊ ഇനി പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ സുധാകരൻ അടുത്ത ഓപ്ഷനാ. സുധാകരൻ നെക്സ്റ്റ് ഡേ സുധാകരൻ പ്രഖ്യാപിക്കും ഞാൻ ഇറങ്ങുകയാണെങ്കിൽ എങ്ങോട്ടായിരിക്കും? BJP-യിലേക്ക്. അല്ല സുധാകരൻ അവിടെ പോവാന്? അല്ല സുധാകരൻ വന്ന് പിന്നെ അങ്ങനെ പോവാണെങ്കിൽ ഇവർക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവരൊക്കെ നല്ല ഇപ്പൊ തന്നെ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ പിന്നെ മങ്കട പോലെയുള്ള സ്ഥലങ്ങളിൽ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നിടത്ത് അല്ല ഇവർ തമ്മിൽ ടൈപ്പ് ഉണ്ട്. പല ഇപ്പം പിന്നെ ലീഗിന്റെ സീറ്റ് എടുത്ത് കോൺഗ്രസ് തിരിച്ചെടുക്കുന്നു, എന്നാൽ ലീഗിന് വേറെ സീറ്റ് കൊടുക്കുന്നുണ്ടോ? പാലക്കാട് ജില്ലയിൽ തന്നെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം മങ്കട എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ഇപ്പം ലീഗിന്റെ കയ്യിലിരുന്ന സീറ്റ് കോൺഗ്രസ്സുകാർ ഏറ്റെടുത്തു. എന്തിനു വേണ്ടിയാണ്? അവിടെ ഒരു കഴിവ് കുറഞ്ഞ സ്ഥാനാർത്ഥിയെ അവർക്ക് കോൺഗ്രസിന് നിർത്തിക്കൊണ്ട് അവിടെ മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥിക്ക് അവിടെ വിജയിപ്പിക്കാം, എന്നാലും LDF അവിടെ വിജയിക്കരുത്. ഇതാണ് ഇങ്ങനെ ഒരു ഡീല് നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് സുധാകരൻ അങ്ങോട്ട് കയറിയെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP-കാരനാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. ഈ വലിയ വലിയ നേതാക്കന്മാർ പോയപ്പോൾ പിന്നെ കോൺഗ്രസിന് കിട്ടിയവരിൽ ഒടുക്ക് ടീമുകളൊക്കെയാണ്. അവർക്ക് ഈ പറഞ്ഞ ഒരു സന്ദീപ് വാര്യര് അങ്ങനെയൊക്കെയുള്ള 1-2 പേരെ കോൺഗ്രസ്സുകാർക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ സുധാകരൻ അങ്ങോട്ട് ഇല്ലെന്ന് എന്തുകൊണ്ടും കോൺഗ്രസിന് നല്ലതാണ്, അല്ല BJP-ക്ക് നല്ലതാണ്. BJP കുറച്ചുകൂടെ ശക്തമാകും.
അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി സുധാകരനെ എവിടെയെങ്കിലും നിർത്തിക്കഴിഞ്ഞാൽ സുധാകരൻ്റെ കുറേ അണികളെ കൂടി കിട്ടും. അതാണ് BJP യുടെ ഒരു പ്ലസ് പോയിന്റ്, ഒരു ഗുണം കിട്ടുന്ന അവിടെയാണ്. സുധാകരൻ പോയി കഴിഞ്ഞാൽ സുധാകരൻ പോയതുപോലെയല്ല, ഒരു ശക്തമായ ഒരു വികാരം കെ സുധാകരൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ പിന്നാലെ കുറച്ചധികം ആൾക്കാർ കോൺഗ്രസിൽ നിന്ന് വിടുതൽ നേടി BJP-യിലേക്ക് പോകുമെന്നുള്ള കാര്യം അത് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശക്തമായ ഒരു പ്രഖ്യാപനം അടുത്ത ദിവസം ഉണ്ടാകുമ്പോഴാണ് സുധാകരൻ ആ നിലയ്ക്ക് തന്നെ, കാര്യം പറഞ്ഞു പറ്റിക്കുന്നവരുടെ പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി എന്ന് നാളെ ഉച്ചത്തിൽ വിളിച്ചു പറയാൻ പോലും മടിയില്ലാത്ത ഒരു നേതാവാണ് കെ സുധാകരൻ. അത് ഉറപ്പായിട്ട് പറഞ്ഞിരിക്കും. അപ്പം കെ സുധാകരൻ പിണങ്ങുമ്പോൾ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ പലരും ഭയക്കേണ്ടി വരും. പലതും സുധാകരൻ വിളിച്ചു പറയും. കഴിഞ്ഞ ദിവസം രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ പോലെ പലതും കെ സുധാകരൻ വിളിച്ചു പറയും. ആ വിളിച്ചു പറയുന്നതോടുകൂടി ആ പറച്ചിലിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി നാമാവശേഷമാകും എന്നുള്ള കാര്യം തീർച്ചയാണ്.